നമ്മുടെ ബഹുമാനപ്പെട്ട ആത്മീയ നായകൻ കൂടിയായ സയ്യിദ് കുമ്പോൽ ഉമർ കുഞ്ഞിക്കോയ തങ്ങൾ 1,00,000 വാട്ടർ ബോട്ടിലുകളാണ് ഈ സദസ്സിൽ മഹാനവറുകളുടെ ഒരു ഉപഹാരമായി നമുക്ക് നൽകിയത്. ആസ്റ്റർ മിംസ്, CM ഹോസ്പിറ്റൽ അവരുടെയൊക്കെ മെഡിക്കൽ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. KS അബ്ദുള്ള ഹോസ്പിറ്റൽ അവരുടെയൊക്കെ മെഡിക്കൽ സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യാനാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, നമുക്കറിയാം അവരുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയ രംഗത്ത് ഒരു പാരമ്പര്യമുള്ള അവരുടെ പിതാവിന്റെയും ഗുരുനാഥന്മാരുടെയും ഇജാസത്തുകളും പാരമ്പര്യവും ഒക്കെയുള്ള മഹാനായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങളുടെ ഭക്തിനിർമ്മരമായ സമാപന ദുആ നടക്കുന്നു. അത് കഴിഞ്ഞ് മുക്കം ഉമർ ഫൈലി ഉസ്താദ് നന്ദി പ്രഭാഷണം നടത്തും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വബഅദ്. ഖാല സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അലൈക്കും ബിദ്ദുആ ഇന്ന ദുആ യൻഫഅ മിമ്മാ നസല വമിമ്മാ ലം യൻസിൽ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ദുആ ചെയ്യൂ. ദുആ 2 കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങൾക്ക് വന്നുപോയ പ്രയാസങ്ങൾക്കും ദുആ പ്രയോജനപ്പെടും. വരാനിരിക്കുന്ന വിഷയത്തിനും ദുആ പ്രയോജനപ്പെടും. മാ മഅന ദുആ, എന്താണ് ദുആന്റെ അർത്ഥം? ഇൽതിജാഉ ഇലല്ലാഹി തആല ലിയനാലൽ മർഗൂബ്, അതായത് അല്ലാഹുവിൽ നിന്നും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ചോദിച്ചു വാങ്ങിക്കാനും വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുമുള്ള അല്ലാഹുവിലേക്കുള്ള അഭയം പ്രാപിക്കലാണ് ദുആ. വേറെ 2 ഉണ്ടാവുള്ളൂ. താ 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 എന്ന് ചോദിക്കും, വേണ്ട 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 എന്ന് പറയും. നരകം വേണ്ട, ഖബർ വേണ്ട, രോഗം വേണ്ട, സ്വർഗം എന്താ, ദുനിയാവ് എല്ലാം റബ്ബിനോട് ചോദിക്കാം. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മജ്ലിസ് എനിക്കും നിങ്ങൾക്കും ലഭിക്കില്ല. ഔലിയാക്കള്, സാലിഹീങ്ങള്, മരീദുകള്, ദുആക്ക് ഇജാബത്തുള്ള ഫുഖറാക്കള്, തങ്ങന്മാര്, സയ്യിദന്മാര്, ആലിമീങ്ങള്, ഉസ്താദന്മാര്, വല്ലാഹി ഇത് ദുആക്ക് ഇജാബത്തിന്റെ മജ്ലിസാണ്. പക്ഷെ ഒരു കാര്യം, ഇന്നല്ലാഹ തആല ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹ്, എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാതെ ആമീൻ ആമീൻ എന്ന് പറയുന്നവന്റെ ദുആ അല്ലാഹ് ഉത്തരം ചെയ്യില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം